ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു 1 kg വെയിറ്റ് വരുന്ന സൂപ്പർ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി കണ്ടാലോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ തന്ന് കൂടെ കൂട്ടണേ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ഇത്രയും ചേർത്ത് 3 പ്രാവശ്യം നന്നായി അരിച്ചു വയ്ക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം നനവില്ലാത്ത ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായി ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യാം. പഞ്ചസാര ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യുമ്പോൾ ബീറ്റർ എപ്പോഴും ലോ സ്പീഡിൽ തന്നെ ഇട്ടിരിക്കണം. പഞ്ചസാരയും മുട്ടയും ഒന്ന് മിക്സ് ആയതിനു ശേഷം ബീറ്ററിൻ്റെ സ്പീഡ് ഹൈയിലേക്ക് മാറ്റാവുന്നതാണ്. ഹൈ സ്പീഡിൽ തന്നെ കുറച്ച് നേരം ബീറ്റ് ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ കളറൊക്കെ മാറി ലൈറ്റ് വൈറ്റ് കളറാകുമ്പോഴേക്കും ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കണം. ഓയിൽ ചേർത്താൽ അധികം നേരം ബീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുക്കാം. ഞാൻ സ്റ്റൗവിൽ തന്നെയാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. സ്റ്റൗവിൽ ലോ ഫ്ലെയിമിൽ പാത്രം വെച്ച് കൊടുക്കാം. ഈ സമയം തന്നെ കേക്ക് മോൾഡും ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെക്കുക. ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ് എടുത്തിരിക്കുന്നത്. കേക്ക് മോൾഡൊക്കെ കുറച്ച് നേരത്തെ ഓയിൽ ബ്രഷ് ചെയ്ത് വെക്കാവുന്നതാണ്. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് മൈദയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. മൈദയുടെ മിക്സ് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ വീതം മൈദ മിക്സ് ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ മാവെല്ലാം കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്നതും പതുക്കെ ആയിരിക്കണം. ഒരുപാട് സ്പീഡിൽ കുത്തിക്കറക്കി മിക്സ് ചെയ്യാനും പാടില്ല. വീഡിയോ സ്പീഡിലായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. മൈദ മിക്സ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ബാറ്റർ കട്ടിയെങ്ങാനും ആവുകയാണെങ്കിൽ ഇതിലേക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള 2 സ്പൂൺ പാൽ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ബാറ്റർ ഒരുപാട് കട്ടിയാകാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസാകാനും പാടില്ല. റിബൺ കൺസിസ്റ്റൻസിയിൽ തന്നെ വരണം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. ഇനി ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്പാച്ചുലയോ കൊണ്ട് ഈ മാവിൽ 2-3 പ്രാവശ്യം വരച്ച് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ബാറ്ററിനുള്ളിൽ എയർ ബബിൾസ് പോകാൻ വേണ്ടിയാണ്. ഇനി 5-6 പ്രാവശ്യം ടിന്നൊന്ന് തട്ടിക്കൊടുത്ത് എയർ ബബിൾസ് നല്ലപോലെ കളയുക. ഇതിന് നമുക്ക് 10-15 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഓവൻ സെറ്റപ്പിലേക്ക് മാറ്റാവുന്നതാണ്. പാത്രത്തിൽ ചെറിയൊരു റിങ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ഈ ടിന്ന് ഇതിലേക്ക് വെച്ച് കൊടുത്തത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്താൽ കേക്ക് റെഡിയാകും. ഇനി നമുക്ക് കേക്കിലേക്കുള്ള പ്രൊലയൻസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് ബദാം ഒന്ന് ചൂടാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ആ പാത്രത്തിലേക്ക് തന്നെ 1/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. പഞ്ചസാരയുടെ കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ ബട്ടർ ചേർക്കാവുന്നതാണ്. കളർ ഇത്രയും ചേഞ്ച് ആകേണ്ട കാര്യമില്ല. ഇതിന് മുന്നേ തന്നെ ബട്ടർ ചേർക്കേണ്ടതായിരുന്നു. നേരത്തെ ഒന്ന് ചൂടാക്കി വെച്ച നട്ട്സിനെ ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ഈ പ്രൊലയൻസ് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ തന്നെ ഒരു പാത്രത്തിലേക്ക് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇതെല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം തീ ഓഫ് ചെയ്ത് ഇതിനെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ പ്രൊലയൻസ് റെഡിയായി. ഇനി നമുക്ക് ബട്ടർ സ്കോച്ച് സോസ് റെഡിയാക്കിയെടുക്കാം. ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കളറൊക്കെ ചേഞ്ചായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 6 സ്പൂണോളം ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ ചേർക്കുമ്പോൾ നല്ലപോലെ പതഞ്ഞ് വരും. ബട്ടറും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കാം. 2-3 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. ഈ ഒരു പരുവമാകുമ്പോഴേക്കും തീ ഓഫ് ചെയ്യാം. കേക്ക് സോക്ക് ചെയ്യാനായി 1 കപ്പ് പാലും 1/4 കപ്പ് ബട്ടർ സ്കോച്ച് സോസും ചേർത്ത് ചൂടാക്കിയെടുക്കാം. പാലിൻ്റെ മിക്സ് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വയ്ക്കാവുന്നതാണ്. ഇനി കേക്കിന് ആവശ്യമായ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ 2 കപ്പ് ഫിയോന വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ബീറ്റർ ലോ സ്പീഡിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്.
അങ്ങനെ ഒരു 2 മിനിറ്റ് ആ സ്പീഡിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്യുക. പിന്നെ അടുത്ത സ്പീഡിലോട്ട് മാറ്റി വീണ്ടും 2-3 മിനിറ്റ് വീണ്ടും ബീറ്റ് ചെയ്യുക. അങ്ങനെ പതിയെ പതിയെ സ്പീഡ് കൂട്ടി കറക്റ്റ് ടെക്സ്ചറിലേക്ക് ക്രീമിനെ കൊണ്ടുവരിക. അങ്ങനെ ക്രീം റെഡിയായി. ഇതിൽ നിന്നും കുറച്ച് ക്രീം ഇപ്പോൾ തന്നെ മാറ്റുകയാണ്. അത് ലാസ്റ്റ് ഫ്ലവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ബാക്കിയുള്ള ക്രീമിലേക്ക് 1/4 കപ്പ് ബട്ടർ സ്കോച്ച് സോസ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കണം. അങ്ങനെ കേക്ക് സെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. നേരത്തെ തയ്യാറാക്കിയ കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കാണ് ഫസ്റ്റ് ലെയർ വയ്ക്കുന്നത്. ഇനി ഇതിനെ നമ്മുടെ മിൽക്ക് മിക്സ് കൊണ്ട് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ബട്ടർ സ്കോച്ചിന് സോസും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കാം. ക്രീം ഒന്ന് സ്പ്രെഡാക്കിയ ശേഷം അതിന് മുകളിലായിട്ട് വീണ്ടും ബട്ടർ സ്കോച്ച് സോസ് ചേർത്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച പ്രളയൻസ് ഒന്ന് പൊടിച്ച ശേഷം ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഡാർക്ക് കോമ്പൗണ്ട് ചിപ്സും കൂടി ചേർക്കാം. ഇതുപോലെ തന്നെ മറ്റ് 2 ലെയറുകളും സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ലാസ്റ്റ് ലെയറും വെച്ചു. ഇനി നമുക്കിതിനെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. കേക്കിനെ ഇങ്ങനെ ക്രം കോട്ട് ചെയ്തെടുത്ത് 1/4 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുന്നത് ലാസ്റ്റ് കോട്ടിങ് ക്രീം കൊടുക്കുമ്പോൾ കേക്കിലെ പൊടിയൊന്നും അതിലേക്ക് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ 1 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് കേക്ക് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള കോട്ടിങ് കൊടുക്കുന്നത്. ഇതിനായി നേരത്തെ മാറ്റിവെച്ച വിപ്പിംഗ് ക്രീമിലേക്ക് 2 തുള്ളി യെല്ലോ ഫുഡ് കളർ ചേർത്ത് മിക്സ് ചെയ്യാം. ഈ ഒരു കളർ ക്രീം കൊണ്ടാണ് നമ്മൾ ഫൈനൽ കോട്ടിംഗ് ചെയ്യുന്നത്. ക്രീമെല്ലാം നല്ലതുപോലെ തേച്ച് എല്ലാ സൈഡും നല്ലപോലെ ലെവൽ ചെയ്തെടുക്കാം. ലാസ്റ്റ് കട്ടി കുറഞ്ഞ സ്ക്രേപ്പർ കൊണ്ട് എല്ലാ സൈഡും ഷാർപ്പ് ചെയ്തെടുക്കാം. ഞാനൊരു സിക്സാക് സ്ക്രാപ്പർ കൊണ്ട് സൈഡിലും കൂടി ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിനെ ഫ്രീസറിലേക്ക് തണുപ്പിക്കാനായി മാറ്റാവുന്നതാണ്. ഈ ഒരു സമയം കൊണ്ട് ട്രിപ്പിങ്ങിനായിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസിനെ നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാവുന്നതാണ്. ഏകദേശം 1/2 മണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച കേക്കിനെ നമുക്ക് ഇപ്പോൾ ഫൈനൽ വർക്ക് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ള ക്രീമിലേക്ക് കുറച്ചുകൂടി കളർ ആഡ് ചെയ്ത് നല്ലൊരു ഡാർക്ക് കളറാക്കി എടുത്ത് നമുക്കിത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഒരു ഭംഗിക്ക് വേണ്ടി 2 ബട്ടർഫ്ലൈയും കൂടെ 2 സൈഡിൽ വയ്ക്കുന്നുണ്ട്. ഇനി കേക്കിലേക്ക് ബർത്ത്ഡേ വിഷസ് എഴുതാം. ഞാൻ യെല്ലോ കളർ വെച്ചാണ് ആദ്യം എഴുതിയത്. പിന്നീട് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അത് ഞാൻ മാറ്റി വീണ്ടും റെഡ് കളറാക്കി. ബർത്ത്ഡേ വിഷസ് എഴുതിയത് യെല്ലോ കളറിലാണോ അതോ റെഡ് കളറിലാണോ നല്ലതെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കേക്കിൻ്റെ താഴെ ചെറിയൊരു പേൾ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ട്രിപ്പിങ്ങും കൂടെ കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ബട്ടർ സ്കോച്ച് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് നമ്മളൊരു ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കിയത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്തെങ്കിലും പോരായ്കയുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറയണേ. എല്ലാവർക്കും ബട്ടർ സ്കോച്ച് കേക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.